പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മാസം അടുത്ത 10 ദിവസത്തിനുള്ളിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. ഇത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ, ഇത് നടക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നമുക്ക് ആരൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെന്നും അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഇവരിലേക്ക് കടന്നു വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കും മുൻപായിട്ട് എൻ്റെ പ്രേക്ഷകരോടൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. ഇവർക്ക് അടുത്ത 10 ദിവസങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾക്കും സന്തോഷ വാർത്തകൾ തേടി വരാനും ഒക്കെ വലിയ സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കും തൊഴിൽ മേഖലകളിലുമൊക്കെ ഉത്കൃഷ്ട സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. എല്ലായിടത്തും മാന്യത ലഭിക്കും. കാര്യതടസ്സങ്ങൾക്കൊപ്പം കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ധനാഗമം ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. ഉപേക്ഷിച്ച ധനങ്ങൾ പോലും വന്നു ചേരാൻ ഇടയുണ്ട്. വിവാഹ ആലോചനകൾക്കുള്ള മുടക്കം നീങ്ങിവരും. സർക്കാരുമായിട്ടുള്ള ഇടപാടുകളിലെ കാലതാമസങ്ങൾ നീങ്ങിവരും. കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടന്നു കിട്ടും. എങ്കിലും അനാവശ്യമായിട്ട് മനസ്സിന് ആദി കൂട്ടുന്ന ഒരു നക്ഷത്ര ജാതകർ കൂടിയാണ് ഇവർ. ശത്രുക്കളുടെ ശക്തിയൊക്കെ കുറയും. വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകാനും സാധിക്കും. നല്ല വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ സാധിക്കും. പൊതുവെ എല്ലാവിധ സുഖ അനുഭവങ്ങളും അല്പാൽപമായിട്ട് അനുഭവപ്പെടും. ചില കഠിനമായ ദുഃഖ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും ഭയപ്പെടേണ്ടതില്ല. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. തീർത്ഥയാത്രകൾ നടത്താൻ പറ്റിയ സമയമാണ്. പ്രതാപം വർദ്ധിക്കും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിവരും. തൊഴിൽ രംഗം മെച്ചപ്പെടും. അർശസ് മൂത്രാശയബുദ്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങാനും സാധ്യതകൾ കാണുന്നു. ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ഭാഗ്യസൂക്തം, പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഈ കൂറുകാർക്ക് ലഗ്നത്തിൽ കുജൻ, 6-ൽ കേതു, അഷ്ടമത്തിൽ ബുധൻ, 9-ൽ ആദിത്യനും, 10-ൽ ശുക്രനും ശനിയും, 11-ൽ വ്യാഴവും, 12-ൽ രാഹുവും ആണ് ഗ്രഹസ്ഥിതി. പലവിധ ആപത്തുകളും ഇവരെ വിട്ടൊഴിയുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വീട്ടിൽ സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും. ചഞ്ചല മനസ്കരായിരുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുകയും ശയന സൗഖ്യം ലഭിക്കുകയും ചെയ്യും. ആഗ്രഹങ്ങൾ സഫലമാകുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകില്ല. ശരീരത്തിൽ മുറിവ്, ചതവ്, ഒടിവ് ഇവ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. വാതബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും. സ്ഥാനമാനങ്ങൾ, ആദരവ് ഇവ ലഭിക്കും. നീച ജനങ്ങളാൽ അപമാനിക്കപ്പെടാൻ ഇടയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. യശസ്സിനും ധനത്തിനും ക്ഷയം വരാതെയും ശ്രദ്ധിക്കണം. അലച്ചിലുകൾ കൂടുതലാകാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. തൊഴിൽപരമായി ഉന്നതിയിൽ എത്തും. കച്ചവടങ്ങൾ മെച്ചപ്പെടും. പാപവിചാരങ്ങൾ കൂടുതലാകും. ചിലവുകളും കുറഞ്ഞു തുടങ്ങും. നാൽക്കാലികളെ വാങ്ങാനും വിൽക്കാനും നല്ല സമയമാണ്. വിദേശത്ത് ജോലി തേടാൻ ഈ സമയം വിനിയോഗിച്ചാൽ നല്ലൊരു തൊഴിൽ ഭാഗ്യം ഇവർക്ക് കാണുന്നുണ്ട്. വിവാഹ ആലോചനകളും ഫലവത്താകും. ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ധാര, കുവളമാല ഈ വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. 5-ൽ കേതു, 7-ൽ ബുധൻ, അഷ്ടമത്തിൽ ആദിത്യൻ, 9-ൽ ശുക്രൻ ശനി, 10-ൽ വ്യാഴം, 11-ൽ രാഹു, 12-ൽ കുജനും ആണ് ഗ്രഹനില. ഗവൺമെൻറ്റുമായിട്ടുള്ള ഇടപാടുകളിൽ പരാജയം ഉണ്ടാകുമെങ്കിലും
അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഇതൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ധനനേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വരുന്നത്. പല പ്രകാരേണ അനർത്ഥങ്ങൾ അനുഭവിച്ചവർക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകും. മനസ്സിലെ അസ്വസ്ഥതകൾ മറഞ്ഞു തുടങ്ങും. അപ്രതീക്ഷിതമായിട്ട് ധനാഗമം ഉണ്ടാകും. ചിലവുകൾ നിയന്ത്രണ വിധേയമായിരിക്കും. ആഭരണങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ്. മനസ്സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. സ്ഥാനചലനങ്ങളും മാറിത്തുടങ്ങും. ഉദ്യോഗസ്ഥർക്ക് ആജ്ഞാശക്തിയോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. സ്വയം തൊഴിലുകാർക്ക് ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. ധനകാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു വരും. ബന്ധനാവസ്ഥയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ഇവയ്ക്ക് യുക്തമായ ഔഷധ സേവ നടത്തണം. അകന്നു കഴിയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും സൗഹൃദം പുനഃസ്ഥാപിക്കും. പാപവിചാരം മനസ്സിൽ നിന്ന് കുറഞ്ഞു തുടങ്ങും. നിർബന്ധ ബുദ്ധിയും കുറഞ്ഞു തുടങ്ങും. അപസ്മാര പീഡയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, കദളിപ്പഴ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഒരുപാട് തരത്തിൽ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ്. വീട്ടിൽ സമാധാനം വർദ്ധിക്കും. ആവശ്യമില്ലാതെ മനോവിചാരമേറി വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതിരിക്കുക. ഉദരരോഗങ്ങൾ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ ഇവ കുറഞ്ഞു തുടങ്ങും. പലിശയ്ക്കും മറ്റും കൊടുത്ത പണം തിരികെ കിട്ടും. വേറെയും ധനാഗമങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങൾ ഒത്തുകൂടും. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. സുഖ അനുഭവങ്ങളും കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതകൾ കാണുന്നു. അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഈ 10 ദിവസത്തിനുള്ളിൽ സാധിച്ചു കിട്ടും. ധനകാര്യ സ്ഥാപനങ്ങളിലെ ഏർപ്പാടുകളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇലക്ട്രിക് ഉപകരണങ്ങൾ വാങ്ങാൻ അവസരങ്ങൾ ലഭിക്കും. കൂടുതൽ സ്നേഹബന്ധത്തിലുള്ളവരുമായി പരിചയപ്പെടാൻ ഇടവരും. മറ്റുള്ളവരെ അപവാദം പറയാതെ ശ്രദ്ധിക്കണം. അഗ്നി കൊണ്ടും ജലം കൊണ്ടും പ്രവർത്തിക്കുന്ന തൊഴിലുകൾ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ധാര, പഞ്ചാക്ഷര മന്ത്ര പുഷ്പാഞ്ജലി ഇവ ചെയ്ത് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മകം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. രോഗാരിഷ്ടതകൾക്ക് കുറവ് വരും. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. ധനലാഭങ്ങൾ വർദ്ധിക്കും. ഭൂമി, വാഹനം ഇവകളുടെ കച്ചവടം നടത്താൻ നല്ല സമയമാണ്. അവിചാരിതമായ ധനാഗമം ഉണ്ടാകും. ഭാര്യയോടും ഭർത്താവിനോടും സന്താനങ്ങളോടും ഉള്ള കലഹങ്ങൾ നീങ്ങിത്തുടങ്ങും. ജോലിയിൽ പ്രമോഷൻ സാധ്യതകളുണ്ട്. സ്ത്രീ പുരുഷന്മാരുടെ ഉപദ്രവം ഈ കാലഘട്ടത്തിൽ കുറവായിരിക്കും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. അലച്ചിലും മനോദുഃഖവും കുറയും. എല്ലാ കാര്യങ്ങൾക്കും ഉള്ള തടസ്സങ്ങൾ നീങ്ങും. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും. കീർത്തിയും പ്രശസ്തിയും നേടും. പിതൃ മാതൃതുല്യ സ്ഥാനങ്ങളുള്ളവരോടും സഹോദരങ്ങളോടും ഉള്ള കലഹങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും. അക്ഷമയും ഈർഷ്യയും കൂടുതലാകും. എല്ലാത്തിനും എതിർക്കുന്ന സ്വഭാവം നീങ്ങിത്തുടങ്ങും. ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് സുദർശന മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. അടുത്ത 10 ദിവസത്തിനുള്ളിൽ തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഈ 10 ദിവസം ഇവർക്ക് ഗുണം ഉള്ള ദിവസങ്ങളാണ്. വിദേശത്ത് ജോലിക്കും ഈ ദിവസങ്ങളിൽ ശ്രമിക്കാം. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. പുതിയ വീട് പണി തുടങ്ങാനും നല്ല സമയമാണ്. ധനനഷ്ടങ്ങൾ വിട്ടൊഴിയും. മനസ്വസ്ഥത കൂടുതലായിട്ട് ലഭിക്കും. സന്ധികളിൽ വേദന, വയറ്റിൽ നീർക്കെട്ടുണ്ടാകുക, ഗർഭപാത്രം സംബന്ധിച്ച അസുഖങ്ങൾ ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ ആവശ്യമെങ്കിൽ ഈ സമയത്ത് നടത്താം. എല്ലാ കാര്യങ്ങളിലുമുള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും നീങ്ങിത്തുടങ്ങും. വിദ്യാഭ്യാസം സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. മനസ്സിലെ ആദി കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധിയും ഈ സമയത്തുണ്ടാകും. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ, ബന്ധനാവസ്ഥ ഇവ നീങ്ങിക്കിട്ടും. ബുദ്ധിസാമർഥ്യം കൊണ്ടും വാക്സാമർഥ്യം കൊണ്ടും
പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം. കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. തർക്കവിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടതായിട്ട് വരും. വിനോദയാത്രകൾ നടത്താൻ നല്ല സമയമാണ്. ദോഷപരിഹാരങ്ങൾക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക.